സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും രൂക്ഷമാണ് ഈ പ്രശ്നം എന്നുള്ളത് കരുതിയിട്ടില്ല ആരോപണങ്ങൾ വരുമ്പോഴും. പക്ഷെ ഓരോന്നോരോന്നായി വെളിച്ചത്ത് വരുമ്പോഴാണ് ഈ നനുത്ത ചിരിയോടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന യുവാവ് എത്രമാത്രം ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളത് തിരിച്ചറിയണം. ഒരുപാട് കാലം എല്ലാവരെയും വഞ്ചിക്കാൻ സാധിക്കില്ലല്ലോ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് വെറുതെയല്ല. ഇപ്പോൾ അങ്ങനെ എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ് നേതാക്കന്മാരാണ്. ജോസഫ് വാഴക്കൻ പറയുന്നത് കുറച്ചു മുൻപ് ഞാൻ കേട്ടു. രാജിവെക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഒരുപാട് ആളുകൾ. ഷാനിമോൾ ഉസ്മാൻ പറയുന്നതും കേട്ടു. പുറത്താക്കാതെ തരവില്ല. അതാണ് രാഹുലിനെതിരെ വന്നിട്ടുള്ള തെളിവുകൾ. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലേ വേണ്ട ഇങ്ങനെ ഒരാളെന്നാണ്. കറക്റ്റ്. അത്രമാത്രം കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. എല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ലേബലിലല്ലേ അയാൾ ചെയ്തു കൂട്ടിയത്. അതിന്റെ നേതാവാണ്, യൂത്ത് നേതാവാണ്, കരിസ്മാറ്റിക് നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. നമ്മൾ വെളിയിൽ ഇതറിയാൻ വളരെ വൈകിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ ചെറുപ്പക്കാരന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയവരുണ്ടാവില്ലേ? അന്ന് തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ, നിയന്ത്രിക്കേണ്ടതായിരുന്നില്ലേ? വലിയ കുറ്റകൃത്യമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.